തിന്നൂടടി എന്നെ വെറുതെ കൊടുന്ന് കെട്ടിയത് അവിടെ തിന്നൂടെ എന്താ അവിടെ എക്സ്പോ തുടങ്ങി പോണ്ടേ? അവിടെ ഒപ്പം തന്നെ പോണ അതിനെ കൊണ്ട് കെട്ടിട്ട് പോയോ വരെ. അതവിടെ നിന്നോട്ടെ, നമുക്ക് ടിക്കറ്റ് കിട്ടൂല. അവിടെ ഫുൾ ആയിക്കണ ഇപ്പൊ തന്നെ. വേഗം പോവാ. ടിക്കറ്റ് തീരുവോ? അല്ല എവിടേക്ക് ഇങ്ങനെ രണ്ടാളും കൂടെ? നമ്മളെ തിരൂര് പുതിയ എക്സ്പോ തുടങ്ങിക്കണ്, അത് കാണാൻ പോവാണ്. പത്രത്തിൽ അതിന്റെ നോട്ടീസ് ഉണ്ടീനി. അല്ലടാ, ഞാൻ ചോദിച്ച പൈസ എന്ത് ഉണ്ടാവുക? ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുക്കാ. ഇന്റെ ഒക്കെ പെട്ടെന്ന് എടുക്കാണ്ടാവില്ല. ഷാബ് എന്തൊക്കെ ഉണ്ടാവൂടാ? എന്നാ നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിതന് മായും കാക്കാനോട് ചോദിച്ചൂടെ? അയാൾ എത്തല്ലോ പൈസ ഉള്ളത്. ഒരുപാട് ആൾക്കാർ കടം കൊടുക്കണാണല്ലോ അയാള്. അതറിയാഞ്ഞിട്ടല്ലടാ, ചോദിക്കാനൊരു മടി വിചാരിച്ചിട്ടെത്ത കാര്യം? ചോദിച്ചാലല്ലേ പൈസ കിട്ടുള്ളൂ. ആയിക്കോട്ടെ, എന്നാ ഞാൻ ചോദിച്ചോളാം. ഞാൻ പോട്ടെ. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇജ്ജ് വിളിച്ചപ്പോ തന്നെ ഞങ്ങൾക്ക് ഗൂഗിൾ പേ അയച്ചിരുന്നു, കിട്ടിയില്ലേ? അതപ്പോ തന്നെ കയറിയിക്കണേ. അപ്പൊ തന്നെ ഞങ്ങൾക്ക് വോയിസ് മെസ്സേജ് അയച്ചിരുന്നല്ല. ഞാൻ വോയിസ് കേട്ടിട്ടില്ലായിരുന്നു. കാണട്ടാ? അജരക നിങ്ങളെ കണ്ടു തന്നെ. ഞാൻ വീട്ടിൽ പോയിന്ന്. അതെന്തേ പ്രത്യേകിച്ച്? നിങ്ങൾ ഈ പലിശ രഹിത വായ്പന്റെ മാതിരി എന്തൊക്കെയാ തുടങ്ങിയേക്കണെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ട്. എനിക്കൊരു 3248 റുപ്യന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. വണ്ടിന്റെ ലോൺ ഉണ്ട്, അപ്പൊ അതൊന്ന് കടായിട്ട് തരുമോ? ആരിപ്പോ തന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ പൈസ കടം കൊടുക്കണ്ടെന്ന്? അത് പറഞ്ഞത് എന്റെ ഒരു സ്നേഹിതൻ തന്നെയാണ്, ആ പൂങ്കുന്നത്തെ അബീബ്. ഹബീബ്, ഓനാണ് നിന്റെ ആളല്ലേ? എനിക്ക് ഓനെ തന്നെ കിട്ടേണ്ടത്. കുറെ ആൾക്കാരായി എന്നോട് പൈസ കടം ചോദിച്ചു വരുന്നത്. എന്റെ ഫോണിനാണെങ്കിലും ഒരു ഒഴിവില്ല. ഞാൻ എല്ലാവർക്കും കടം കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് നടക്കുക. ഓന് എനിക്കിപ്പത്തെ നോട്ടടിച്ചിന് മെഷീനൊക്കെ ഉണ്ടാ. ഏതായാലും എനിക്ക് എത്ര 3200 ചിലർക്ക് ഈ വേറെ ആരാച്ചാ നോക്ക്. ഇല്ലേ ആ ചെക്കൻ ഹബീബാണുള്ളത്. ഓനെ കണ്ടു നന്നായി. ഓനോട് രണ്ടൊന്നും പറയാണ്ട്. ഷിയാബേ, അജ് നാളെ രാവിലെ എന്റെ വീട്ടിൽ വന്ന് വാട്ടാ. നാളെ ബെല്ലാരിന്ന് കുട്ടിപ്പശുവിനെ കൊണ്ടുവന്നു. ബെല്ലാരിന്നോ? കുട്ടിപ്പശോ? ഹബീബേ, ഇജ്ജ് എന്ത് പണിയാ കാട്ടുന്നത്? ഇജ്ജ് ബൈക്കുമ്പല് ഹെൽമെറ്റ് ഇടാതെ ലോകം മുഴുവൻ കറങ്ങി നടന്ന് 5000 റുപ്യ ഫൈന് വന്നപ്പോ എനിക്കൊരു ബുദ്ധിമുട്ടാണല്ലോ എന്ന് കരുതി ഞാനൊന്ന് സഹായിച്ചിരിക്കണേ. അതിനിക്ക് എല്ലാ ആൾക്കാരോട് മുഴുവൻ ഞാൻ കടം തരുമെന്ന് പറയല. ഈ ഇന്റെ അടുത്തേക്ക് വന്ന് ചോദിക്കണോ മുഴുവൻ പറയാം ഹബീബ് പറഞ്ഞാന്ന്. എന്ത് പരിപാടി അത്? ഞാൻ എനിക്കെന്താ ഇവിടെ നോട്ടടിച്ച മെഷീന്റെ പരിപാടി ഉണ്ടാ? അതിന്റെ പൊന്നാറ് കാക്ക ഓരോരുത്തരും വന്ന് സങ്കടം പറയുമ്പോ നിങ്ങൾ പേര് അറിയാതെ പറഞ്ഞു പോണതാണ്. അതിനിക്ക് എന്റെ പേര് പറയല. പൈസ കിട്ടുന്ന വേറെ എത്രയോ സ്ഥലങ്ങളുണ്ട്. അതിന് കാക്ക ഈ ബാങ്കിലൊക്കെ പോയാൽ ആ പാവുന്നത് കുറെ പലിശ കൊടുക്കേണ്ടി വരൂലേ? അത് വിചാരിച്ചിട്ടാണ് ഞങ്ങളെ അടുത്തേക്ക് വിടുന്നത്. പടച്ച തമ്പുരാനെ, അന്നോട് ഞാൻ വർത്താനത്തിനില്ല. ഇനി മേലില് എന്നെ കണ്ണുമ്പ് കണ്ടുപോകരുത്.